ചേരുന്നുണ്ട്. അഭിനന്ദി, ഫ്രഷ് കട്ട് വിരുദ്ധ സമരത്തിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികൾ കടുപ്പിക്കുകയാണല്ലോ. ഇതുൾപ്പെടെ എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഉത്തര കേരളത്തിൽ നിന്ന്? ഉന്മേഷ്, കോഴിക്കോട് ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തര കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് വരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കോഴിക്കോട് താമരശ്ശേരിയിലുണ്ടായ ഫ്രഷ് കട്ട് സംഘർഷം, സമരം, അതിനെ തുടർന്നുണ്ടായ തുടർ വാർത്തകളാണ്. ഇന്ന് ഏറ്റവും പ്രധാനമായും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് മറ്റൊരു തലത്തിലേക്കാണ് ഇപ്പോൾ ഫ്രഷ് കട്ട് സംഘർഷം മാറുന്നത്. ആദ്യഘട്ടത്തിൽ അത് സമരസമിതി ഒരു സമരവുമായിട്ട് എത്തി എന്നൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അവിടുത്തെ പ്രദേശവാസികളുടെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് 325ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 6 FIRകളായി ഇവരെ ഓരോരുത്തരെയും കസ്റ്റഡിയിലെടുക്കുക എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SDP ആണ് ഇതിന് പിന്നിലെന്ന് ആണ് ഇപ്പോൾ CPIM പ്രധാനമായും ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ SDP പറയുന്നത് ഇതിനകത്ത് CPM പറയുന്നത് വസ്തുതാവിരുദ്ധമായ സമീപനമാണെന്നാണ് SDP-യുടെ വാദം. ഒപ്പം തന്നെ കോൺഗ്രസ് ഇതിനകത്ത് പറയുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. സ്ഥലം MLAയും അത്തരത്തിലേക്ക് തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് ഈ മുതലാളി, അതായത് ഈ ഫ്രഷ് കട്ടിന്റെ ഉടമയ്ക്ക് CPIM-മായി ബന്ധമുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള സംഘർഷവും സമരവുമാണ് ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടും വാദപ്രതിവാദങ്ങൾ കൊണ്ടും ഈ താമരശ്ശേരി വിഷയം അല്ലെങ്കിൽ ഫ്രഷ് കട്ട് സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെന്തായാലും കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ മാർച്ച് കൂടി അവിടേക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ അറസ്റ്റ് നടപടികളിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. എന്തായാലും ഡിവൈഎഫ്ഐ നേതാവിനെ അടക്കം പ്രതി ചേർത്തുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരു പ്രസ്താവന ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവിടുത്തെ മഹറൂഫ്, അതായത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ്, അദ്ദേഹം ജനപ്രതിനിധിയാണ്. അപ്പോൾ അത്തരത്തിലേക്കാണ് ഇപ്പോൾ മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനമായി ഇന്ന് കോഴിക്കോട് സംഭവിക്കുന്നത്. ഇന്ന് പേരാമ്പ്ര സംഘർഷത്തിന് ശേഷം ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയാണ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട ഈ 2 വിഷയങ്ങളാണ് ഇന്ന് ഉത്തര കേരളത്തിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനമാക്കുന്നത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.